നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 30,000 അടി ഉയരത്തിൽ പറക്കവേ വിമാനം ആടിയുലഞ്ഞു. ബംഗാൾ ഉൾക്കടലിനു മീതെ ആകാശച്ചുഴിയിൽപ്പെട്ട ബ്രിട്ടീഷ് എയർവേസ്. വായുവിൽ ഉണ്ടാകുന്ന വ്യതിയാനം കാരണം വിമാനങ്ങൾ യാത്രക്കിടെ ഉലയുന്നത് സാധാരണമാണെങ്കിലും അത് യാത്രക്കാർക്ക് പരിക്കുണ്ടാകും വിധം ശക്തമാകുന്നത് അപൂർവമാണ്. ഇപ്പോൾ 30,000 അടി ഉയരത്തിൽ ബംഗാൾ ഉൾക്കടലിന് മീതെ പറക്കവേ ബ്രിട്ടീഷ് എയർവേസ് വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട ജീവനക്കാർക്ക് ഗുരുതര പരിക്ക് ഏറ്റിരിക്കുകയാണ്. അപകടത്തിൽ 5 വിമാന ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരനെയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത്. മറ്റൊരാളുടെ കാൽക്കുഴ തെറ്റിയതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. വിമാനം സിംഗപ്പൂരിലെ ചാംഗി വിമാനത്താവളത്തിൽ നിന്നാണ് പറന്നുയർന്നത്. പ്രാദേശിക സമയം രാവിലെ 6-നാണ് വിമാനം ഹീത്രൂ വിമാനത്താവളത്തിൽ എത്തേണ്ടിയിരുന്നത്. എന്നാൽ യാത്രാമധ്യേ ആകാശച്ചുഴിയിൽപ്പെട്ട വിമാനം അപകടകരമായി കുലുങ്ങിയതോടെ പുലർച്ചെ 4 മണിയോടെ സിംഗപ്പൂരിൽ തന്നെ ഇറക്കുകയായിരുന്നു. ഏതാണ്ട് 3 മണിക്കൂറോളം സമയം വിമാനം ആകാശത്ത് ചുറ്റിക്കറങ്ങിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടീഷ് എയർവേസ് എക്കാലവും സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് അപകടത്തിന് പിന്നാലെ അവരുടെ വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. മുൻകരുതലെന്ന നിലയ്ക്കാണ് വിമാനം സിംഗപ്പൂരിൽ തന്നെ ഇറക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപകടത്തെ തുടർന്ന് വിമാനം വൈകിയതിൽ യാത്രക്കാരോട് ക്ഷമാപണവും നടത്തി. തിരിച്ചിറക്കിയ യാത്രക്കാർക്കെല്ലാം ഹോട്ടലിൽ താമസ സൗകര്യവും ഒരുക്കി. യാത്രക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തി. ബ്രിട്ടീഷ് എയർവേസിന്റെയും മറ്റ് കമ്പനികളുടെയും വിമാനങ്ങളിൽ യാത്രക്കാരെ എത്തിക്കാൻ നടപടി സ്വീകരിച്ചുവെന്നും വക്താവ് വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ മാസം എയർ ഇന്ത്യ വിമാനവും ആകാശച്ചുഴിയിൽപ്പെട്ട നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയുണ്ടായി. യാത്രാമധ്യേ വിമാനം ആടിയുലഞ്ഞതിനെ തുടർന്ന് പരിക്കേറ്റവർക്ക് വിമാനത്തിൽ വെച്ച് തന്നെ ക്യാബിൻ ക്രൂ അടിയന്തര വൈദ്യസഹായം നൽകി. ഡൽഹി സിഡ്നി എയർ ഇന്ത്യ വിമാനമാണ് ആകാശച്ചുഴിയിൽപ്പെട്ടത്. ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ B787-800 വിമാനമാണ് യാത്രാമധ്യേ ആകാശച്ചുഴിയിൽപ്പെട്ടത്. 7 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റതെന്നാണ് DGCA വ്യക്തമാക്കിയത്. പരിക്കേറ്റവർക്ക് സിഡ്നി വിമാനത്താവളത്തിൽ എത്തിയും ചികിത്സ നൽകി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. എന്നാൽ ആരുടെയും പരിക്ക് സാരമില്ലാത്തതുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ലെന്നാണ് DGCA അറിയിച്ചിരുന്നത്. വിമാനയാത്രക്കിടെ 7 യാത്രക്കാർക്ക് ചെറിയ ഉളുക്ക് സംഭവിച്ചിട്ടുണ്ട്. യാത്രക്കാരിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും സഹായത്തോടെ ക്യാബിൻ ക്രൂ ഓൺബോർഡ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉപയോഗിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. സംഭവത്തെക്കുറിച്ച് എയർ ഇന്ത്യയും വ്യോമയാന മന്ത്രാലയവും അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.